പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്ന സാഹചര്യമാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്തിയിരിക്കുന്നത്. 4000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തും. കൂടാതെ തന്നെ ഭക്ഷ്യ കിറ്റ് ലഭ്യമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം, ലോക്സഭാ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭക്ഷ്യ കിറ്റുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ടുള്ള ഭാരത് എന്ന ബ്രാൻഡിൽ ഇപ്പോഴൊരു ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അരി, ഭാരത് അരി 29 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നു. കൂടാതെ ആട്ട ഏകദേശം 29 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നു. കൂടാതെ തന്നെ പരിപ്പ് ഏകദേശം 89 രൂപയ്ക്ക് വിതരണം ചെയ്യുന്ന സാഹചര്യം. ഇപ്പൊ ഒരു ഭക്ഷ്യ കിറ്റായിട്ട് തന്നെ ഇതിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലും വരുന്നുണ്ട്. നാഫെഡ് വഴിയും അതുപോലെ തന്നെ NCCR ഒക്കെ വഴിയൊക്കെയാണ് ഇതിന്റെ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭണ്ഡാരശാലകളൊക്കെ മുഖേന, കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചു ഈ ഒരു അരിയുടെയും അതുപോലെ തന്നെ ഭക്ഷ്യ വിതരണ ആനുകൂല്യങ്ങളുടെയൊക്കെ വിതരണം നടത്തി വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം പരമാവധി എല്ലാവരും മുതലാക്കുക. പ്രത്യേകിച്ച് വിപണിയിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, കൂടാതെ സപ്ലൈകോകളിൽ സാധനം വലിയ രീതിയിൽ തന്നെ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ പരമാവധി കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റേഷൻ കാർഡ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുവാൻ. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും 5 കിലോ 10 കിലോ അതുപോലെ നിരക്കിലുള്ള അരിയൊക്കെ വാങ്ങുവാൻ സാധിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓരോ ജില്ലകളിലും ഇതിന്റെയൊക്കെ വിതരണം ഉണ്ട് താനും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രഖ്യാപനങ്ങൾ പല രീതിയിൽ വരുന്നുണ്ടെങ്കിലും ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി PM കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതി പ്രകാരം 4 മാസത്തിൽ ഒരു തവണ 2000 രൂപ വീതം പ്രതിവർഷം 6000 രൂപ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോഴും ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കാനുള്ള ഒരു നടപടിയൊക്കെ ഉണ്ട്. അതിനൊക്കെ സമയമുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. സ്ത്രീകൾക്ക് ഇനി അങ്ങോട്ട് 4000 രൂപ വിതരണം ചെയ്യുവാൻ, 4 മാസം കൂടുമ്പോൾ 4000 രൂപ വിതരണം ചെയ്യുവാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. വളരെ വലിയ ഒരു അറിയിപ്പ് തന്നെയാണിത്. പ്രത്യേകിച്ച് നിലവിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ 4000 രൂപ വരെ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ പുതിയ അപേക്ഷകരായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ പദ്ധതിയിലേക്ക് ചേരുന്ന ആളുകൾക്കും ഈ ഒരു 4000 രൂപ വീതം കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളാണ് ഇവ. പ്രത്യേകിച്ച് ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നത് വളരെ വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ ഇനിയും നീണ്ട കാലയളവിലേക്ക് മുടങ്ങുവാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ഇതുപോലുള്ള നമുക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി വാങ്ങിയെടുക്കുവാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴൊരു മുൻപ് ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകുവാൻ നിശ്ചിതമായിട്ടുള്ള ഭൂമിയുടെ ഒന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഭൂമിയുടെ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിലൊരു 10 സെന്റ് ഭൂമിയൊക്കെയാണ് ഇപ്പോൾ കൃഷി വകുപ്പ് അധികൃതർ പറയുന്നത്. അല്ലെങ്കിൽ കൃഷിഭവനിൽ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10 സെന്റെങ്കിലും ഭൂമി വേണം എന്നുള്ള രീതിയിലൊക്കെയുള്ള പിടിവാശികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്നുള്ള പരാതികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുതന്നെയായാലും ഈ ഒരു ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾ വാങ്ങിച്ചെടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇതിന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പരമാവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. ലോക്സഭാ ഇലക്ഷനാണ്. അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങൾ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി വരാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.